ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ പുഡിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. എന്നാൽ ഇന്ന് അതിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി പുഡിംഗ് തന്നെയാണ് കോക്കനട്ട് പുഡിംഗ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോക്കനട്ട് പുഡിംഗ് എന്ന് പറഞ്ഞെങ്കിലും ഇതിൽ വെള്ളം മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങ എടുക്കുക. അപ്പോൾ അതിൽ കുറേ വെള്ളം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് മാസ്റ്റർ ഷെഫിൻ്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിത് കുറച്ച് ഒരു പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3-4 പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കില്ലേ ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഈ ഒരു ഷുഗറും അതുപോലെ തന്നെ ചൈന ഗ്രാസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ. ഞാൻ ഈ ഒരു ബൗളിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കട്ടിയായി വരുമ്പോൾ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബോളിലേക്ക് ഒന്ന് ഒഴിച്ച് വെച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. അത് തണുത്ത് വരുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പീസസിൽ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ചെറുതായിട്ടൊരു ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് കണ്ടില്ലേ ഇതേപോലെ ഇത് കിട്ടും. കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. തണുത്ത് ആറുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് ഓഫ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിൽക്ക് 1/2 ലിറ്ററോളം ഞാൻ മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ ആർക്കൊക്കെ ഇത് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ മേളിൽ പറഞ്ഞില്ലേ തേങ്ങയുടെ വെള്ളം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് ആ ഒരു പീസസൊക്കെ കുറേ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ തേങ്ങയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് തിളച്ച് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ചൈന ഗ്രാസ് ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറുക്കി എടുത്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഇത് പഴയ ആ ഒരു ബൗളില്ലേ അതിലേക്ക് തന്നെ ഞാനിതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് മുന്നേ പീസസ് ആക്കി എടുത്തില്ല ആ ഒരു ക്യൂബ്, അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് തേങ്ങാവെള്ളം കുറച്ചുകൂടെ കുറേ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ക്യൂബായിട്ടോ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് പിസ്തയോ ബദാമോ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ മേലെ ഭാഗത്തായിട്ട് വരും ഇത് ഫ്രീസ് ചെയ്ത് കിട്ടുമ്പോൾ കേട്ടോ. എന്നിട്ട് ഞാനിത് ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഫ്രീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തേങ്ങയുടെ വെള്ളം മാത്രം മതി, കുറച്ച് പാലും കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ ചൈന ഗ്രാസ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടും ഈ സെയിം സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കസ്റ്റർഡ് പൗഡർ വയ്ക്കുമ്പോൾ നമുക്ക് യെല്ലോ കളർ ആകും ഇതിൽ കിട്ടുക. അത്രയുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.